മന്ദഗതിയിൽ നീങ്ങുന്ന മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനായിരിക്കും തൻ്റെ നേതൃത്വത്തിലുള്ള മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മുൻഗണന നൽകുകയെന്ന് പ്രസിഡന്റ് ശോശാമ്മ തോമസ് പറഞ്ഞു. ആനിക്കാട് കുടിവെള്ള പദ്ധതിയും പൂർത്തിയാക്കാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തുമെന്നും അവർ പറഞ്ഞു. താൻ മുൻപ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്ത് അനുവദിച്ച നിർമ്മാണം ആരംഭിച്ചിരിക്കുന്ന മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുഖ്യ പരിഗണന നൽകിയുള്ള ഭരണമായിരിക്കും തന്റെ നേതൃത്വത്തിലുള്ള മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നടത്തുക എന്ന് പ്രസിഡന്റ് ശോശാമ്മ തോമസ് പറഞ്ഞു. ഗാലക്സി ചാനൽ ചീഫ് എഡിറ്റർ ജിജു വൈക്കത്തിശ്ശേരിയുമായി നടത്തിയ അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. അതായത് താലൂക്ക് ഹോസ്പിറ്റലിന് വേണ്ടി, അതാണ് എനിക്ക് ഏറ്റവും പ്രധാനം. താലൂക്ക് ഹോസ്പിറ്റലിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി 51 കോടി രൂപ സമാഹരിക്കാൻ പറ്റി. അത് നമ്മുടെ MLA മാത്യു ടി തോമസിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ്. അന്ന് LDF ഭരണമായിരുന്നല്ലോ, അവിടുന്ന് അത്രയും കിട്ടി. അത് സാങ്ഷനായി കഴിഞ്ഞ് അത് സ്റ്റേ ആയി. അങ്ങനെ മന്ദഗതിയിലാണ് അതിൻ്റെ പ്രവർത്തനം പോകുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഒന്ന് സ്പീഡപ്പ് ചെയ്യുകയും അതൊന്ന് സാക്ഷാത്കരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, ഒന്നാമത്തെ ആഗ്രഹമാണ്. ഇപ്പോൾ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് നടക്കുന്നത്. അത് സ്പീഡിലാക്കി കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കും. കുടിവെള്ള പ്രശ്നമാണ് ഈ പ്രദേശത്തെ അലട്ടുന്ന വലിയ ഒരു പ്രശ്നം. അതിന് പരിഹാരമായി 3 പഞ്ചായത്തുകൾക്ക് ഗുണം ചെയ്യുന്ന ആനിക്കാട് കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കാൻ ശ്രമിക്കുമെന്നും ശോശാമ്മ തോമസ് പറഞ്ഞു. ആനിക്കാട്ട് ആ കുടിവെള്ള പ്രശ്നത്തിന് വേണ്ടി നേരത്തെ ആ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒക്കെ ഉണ്ടാക്കുകയും പണിയൊന്നും അത് നടന്നിട്ടില്ല. ചെറിയ ചെറിയ രീതിയിലെങ്കിലും മിനി പ്ലാന്റുകളിലും വെച്ച് പാവപ്പെട്ടവർക്ക് കുടിവെള്ളം എത്തിക്കണമെന്നാണ് എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. അത് നടത്താൻ പറ്റുമെന്ന് തോന്നുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്ത് തകർന്നു കിടക്കുന്ന റോഡുകൾ നന്നാക്കും. മല്ലപ്പള്ളിയിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ പഞ്ചായത്തുമായി സഹകരിച്ച് പദ്ധതികൾ തയ്യാറാക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. പിന്നെ തകർന്നു കിടക്കുന്ന റോഡുകൾ, ധാരാളം റോഡുകൾ, അതിൻ്റെ പരിമിതിക്ക് നിന്നുകൊണ്ട് ഇവിടുത്തെ ഫണ്ട് അനുസരിച്ച് അതൊക്കെ ഒന്ന് എടുത്തിരിക്കണമെന്നുണ്ട്. പിന്നെ മല്ലപ്പള്ളി ടൗണിലെ ഗതാഗത കുരുക്ക് വളരെ മോശമായിട്ടിരിക്കുക. അതിന് ആ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാനായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കുകയും ആ ഗതാഗതക്കുരുക്ക് മാറ്റാനായിട്ട് പഞ്ചായത്തോട് ചേർന്ന് നിന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനം എന്നത് തന്റെ ലക്ഷ്യമാണ്. പൊതുവഴികളിലും പൊതു ഇടങ്ങളിലും മാലിന്യം കൂടിക്കിടക്കുകയാണ്. പഞ്ചായത്തുമായി സഹകരിച്ച് ഇതിനായി പദ്ധതി തയ്യാറാക്കും. യുവജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സ്റ്റേഡിയങ്ങൾ നവീകരിക്കുകയും വഴിവിളക്കില്ലാത്ത പ്രദേശങ്ങളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുമെന്നും ശോശാമ്മ തോമസ് പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനം അതും എൻ്റെ ഒരു ലക്ഷ്യമാണ്. റോഡ് സൈഡുകളിലെല്ലാം മാലിന്യം വലിച്ചെറിയുക. നമ്മുടെ വഴിയോരങ്ങളും എല്ലാ പൊതുസ്ഥലങ്ങളെല്ലാം മാലിന്യം കൂമ്പാരമായി കിടക്കുന്നു. അതത് പഞ്ചായത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനെന്തെങ്കിലും പരിഹാരം ചെയ്യണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. യുവജനങ്ങളൊക്കെ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ സ്ഥലത്തെ സ്റ്റേഡിയത്തിന് എന്തെങ്കിലും ചെയ്യണമെന്ന്. അത് ചെയ്യാവുന്ന നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. വൈദ്യുതി എത്താത്ത സ്ഥലങ്ങളിൽ എല്ലായിടത്തും തന്നെ വൈദ്യുതി ഉണ്ടിപ്പോൾ. പക്ഷേ ഇല്ലാത്ത വീടുകളിലൊക്കെ അവർക്ക് വഴിവിളക്കുകളാണ് ഉദ്ദേശിക്കുന്നത്. വഴിവിളക്കുകൾ സ്ഥാപിക്കാനായിട്ട് തീർച്ചയായിട്ടും പ്രയത്നിക്കും. അതിനുവേണ്ടി അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ സമയബന്ധിതമായിട്ട് വരുന്ന പ്രൊജക്റ്റുകൾ അതെന്തൊക്കെയാണ് അതനുസരിച്ച് അതുമായിട്ട് മുന്നോട്ട് പോകും. ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ പ്രൊജക്റ്റുകൾ ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് അംഗീകരിച്ചു കൊടുത്ത് അത് പ്രാവർത്തികമാക്കുവാൻ തീർച്ചയായിട്ടും